ഇടിയപ്പം കഴിക്കാൻ ഒട്ടുമിക്ക ആളുകൾക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇടിയപ്പം സോഫ്റ്റ് ആയിട്ട് രണ്ട് വ്യത്യസ്ത രീതികളിൽ തയ്യാറാക്കുക എന്ന് നോക്കിയാലോ? തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്ത് മധുരമുള്ള രീതിയിലും അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഇടിയപ്പവുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇവ രണ്ടും തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു അതിഥി രചന. ഇടിയപ്പം തയ്യാറാക്കാനായി ആവശ്യമുള്ള ചേരുവകൾ: 1/2 കിലോ അരിപ്പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ, 1:1 എന്ന അളവിൽ വെള്ളം, 1 കപ്പ് ചിരകിയ തേങ്ങ, ശർക്കര, 3 ടേബിൾ സ്പൂൺ എണ്ണ, കടുക്, പച്ചമുളക്, കശുവണ്ടി, മല്ലിയില, കറിവേപ്പില. ഇനി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനില് ചിരകിയ തേങ്ങയും ശർക്കരയും ചേർത്ത് കുറഞ്ഞ തീയില് ഒരു 4-5 മിനിറ്റ് പാകം ചെയ്യുക. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു പാകത്തിനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തീ ഓഫ് ആക്കിയതിനു ശേഷം തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം. ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് അരിപ്പൊടി, എണ്ണ, ഉപ്പ്, വെള്ളം എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഒരു കുക്കറില് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു പരുവത്തിനാക്കാം. ഇനി തീ ഓഫാക്കി എടുത്തു വെച്ചതിന് ശേഷം ചെറു ചൂടിൽ തന്നെ ഇതൊന്ന് ഉരുട്ടി ഇതുപോലെ കുഴച്ചെടുക്കുക. ചെറിയ റോളുകളാക്കി വെക്കാം. ഇതുപോലെ എല്ലാം പാകമാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ റോളുകള് കുക്കറിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കണം. ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. എന്നിട്ട് എടുക്കാം. ഇതുപോലെ നമ്മൾ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീൻ എടുക്കുക. അതിൽ നന്നായിട്ട് എണ്ണയൊക്കെ പുരട്ടി കൊടുക്കുക. എണ്ണയില്ലെങ്കിൽ നെയ്യ് പുരട്ടിയാലും മതിയാകും. എന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഈ തയ്യാറാക്കിയ ഇടിയപ്പത്തിലേക്ക് ശർക്കര തേങ്ങാക്കൂട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ തയ്യാറാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഇടിയപ്പം തയ്യാറാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് സ്പൈസി ഇടിയപ്പം തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് എണ്ണ, കടുക്, പച്ചമുളക്, കശുവണ്ടി, മല്ലിയില, കറിവേപ്പില എന്നിവയാണ് വേണ്ടത്. സ്പൈസി ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് പാനില് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് കശുവണ്ടി ചേർത്തൊന്ന് വഴറ്റാം. ഇനി പച്ചമുളക് ചെറുതായി അരിഞ്ഞതിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. അടുത്തതായിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. കറിവേപ്പിലയും മല്ലിയിലയും ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് ഇടിയപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും അല്പം നാരങ്ങാനീരും ഇതിൽ ചേർക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി നല്ല ഒരു പാകത്തിനാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഇടിയപ്പവും ഇവിടെ തയ്യാറായിട്ടുണ്ട്. മധുരമുള്ളവർക്ക് വേണ്ടത് അതും, സ്പൈസി ആയിട്ടുള്ളവർക്ക് ഇതും തയ്യാറാക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇടിയപ്പം ഇനി ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.